ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്നത് എന്തൊക്കെയാണ്, വ്ളോഗ്, അതേപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ. ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ, നമുക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ടാകും, താല്പര്യങ്ങളുണ്ടാകും. എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രത്യേക ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതായത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ് കേട്ടോ. അതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിങ്ങനെ വലിയ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പറയാം എന്താ കാര്യം എന്നുള്ളത്. വേറെ ഒന്നുമല്ല, നമുക്ക് ചില സ്മെല്ലുകൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സ്മെല്ലുകളായിരിക്കും, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അയ്യേ ഈ സ്മെല്ലാണോ ഇഷ്ടം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില സ്മെല്ലുകളൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, നമ്മൾ ഈ വറവിടുമല്ലോ, നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ, എന്താ പറയുക, ചൂടുള്ള വെളിച്ചെണ്ണയിൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ ഫേവറേറ്റ് സ്മെല്ല് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഫുഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, ആ ഒരു പേസ്റ്റ്, കറിവേപ്പില ഇതല്ലാതെ നമ്മൾ ഇതിലേക്ക് കറുവപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ആ മൂപ്പിച്ചെടുക്കുമ്പോൾ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അങ്ങനത്തെ പ്രത്യേക തരത്തിലുള്ള സ്മെല്ലുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പിന്നെ എനിക്ക് രണ്ടാമതായിട്ടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ നെയിൽ പോളിഷ് ഇല്ലേ, നെയിൽ പോളിഷിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നോർമലി നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന നോർമലായിട്ടുള്ള ലോക്കലി ഉള്ള നെയിൽ പോളിഷൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്മെല്ലാണ്. ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വിചാരിക്കും അതിൻ്റെയൊക്കെ എന്താ പറയുക, സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ് ഈ പുതിയ നോട്ട്ബുക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു സ്മെല്ലില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില ബുക്കുകൾക്ക് ഒരുമാതിരി ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ, അതിനോട് അത്ര വലിയ താല്പര്യമില്ല. ചിലതിന് നല്ല നല്ല അടിപൊളി സ്മെല്ലായിരിക്കും. പിന്നെ അതേപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ എന്താ പറയുക, ഈ ഓൾ സ്പൈസസ്, അതറിയോ, നമ്മുടെ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞിട്ടുള്ളത്, അതെല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ, നല്ല അടിപൊളി സ്മെല്ലാണ്. അതൊരു ചെടിയാണ്. നമുക്ക് ഓൾ സ്പൈസ് എന്ന് പറയുമ്പോൾ അതിന് വേറെ ഒന്നും നമ്മൾ ഇടേണ്ട, എക്സ്ട്രാ എന്താ പറയുക, കറുവപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സർവ്വസുഗന്ധി, അതായത് സർവ്വസുഗന്ധങ്ങളും അതിനുണ്ട്. അപ്പോൾ ആ ഒരു ഇല മാത്രം ഇട്ടാൽ മതി. അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. ഞാൻ വിചാരിക്കും അതിൻ്റെ സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടമുള്ള സ്മെല്ല് എന്ന് പറയുന്നത് മണ്ണെണ്ണ അറിയില്ലേ, നമ്മൾ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മണ്ണെണ്ണ, റേഷൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മണ്ണെണ്ണ, അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടം പെട്രോളിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ്. പെട്രോളിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രഗ്നൻ്റ് ആയ ആ ഒരു ടൈമില്ലേ, എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതായത് എനിക്ക് ഇഷ്ടമുള്ള പല സ്മെല്ലുകളും ആ ഒരു ടൈമിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാണ്ടായി. അതായത് ആപ്പിളിൻ്റെ സ്മെല്ലില്ലേ, ആപ്പിളിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയ ആ ഒരു സമയമായപ്പോഴേക്കും ഈ ആപ്പിളിൻ്റെ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടമില്ലാണ്ടാവുക. എന്താ പറയുക, ഛർദ്ദിക്കാൻ, വൊമിറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള ടെൻഡൻസി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഓറഞ്ചിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഈ സെയിം സാധനം തന്നെ പ്രഗ്നൻസിയിലേക്ക് വന്നപ്പോൾ അത് ഇഷ്ടമില്ലാണ്ടായി. പിന്നെ ഈ കോഴിമുട്ട നമ്മൾ പൊരിച്ചെടുക്കുന്നത്, ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നേരെ മറിച്ച് ഡെലിവറി ആ സമയമായപ്പോഴേക്ക്, പ്രഗ്നൻസിയിലേക്ക് കടന്നപ്പോഴേക്കും ആ സ്മെല്ല് എനിക്ക് ഇഷ്ടമില്ലാണ്ടായി. അങ്ങനെ 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 പിന്നെ ഇഷ്ടമുള്ള സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ഇഷ്ടമുള്ള ഒരു സാധനം നമ്മളെ അരി, അതായത് നമ്മുടെ റേഷനരി ഇല്ലേ, റേഷനരിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റേഷനരി സ്മെല്ല് മാത്രമല്ല,
ചോറ് കഴിക്കുകയാണെങ്കിലും റേഷൻ അരീൻ്റെ ചോറില്ലേ, ചെറുപ്പം മുതലേ കഴിച്ചിട്ട് ശീലമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റേഷൻ അരീൻ്റെ ചോറാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയില്ല, അത് വെച്ചിട്ടാണ് കഴിക്കുക. പക്ഷെ അത് വെച്ച് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തോ ഒരു നല്ലതാണെങ്കിലും കൂടെ ഈ റേഷൻ അരിൻ്റെ ഫുഡ് കഴിച്ച് നമ്മൾ പെട്ടെന്ന് ഈ ഒരു അതിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ, അതുണ്ടായിരുന്നു. പിന്നെ അത് നമ്മളെല്ലാത്തിലും അഡ്ജസ്റ്റഡ് ആവുമല്ലോ അല്ലേ. ഉള്ളതിലും ഇല്ലാത്തതിലും ഒക്കെ നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോയി കേട്ടോ. പക്ഷെ എന്നാലും ഇഷ്ടമാണ്. ഇപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ അരി നമുക്ക് കിട്ടുകയാണെങ്കിൽ റേഷൻ അരിയുടെ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ റേഷൻ അരിയുടെ സ്മെല്ല് അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ പിന്നത്തെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടുത്ത സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിരി, നമ്മൾ ഈ എണ്ണ കത്തിച്ചിട്ട് തിരിയില്ലേ, തിരി അത് കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പുക വരാനുണ്ട്, ഒരു സ്മെല്ല്, എണ്ണയും തിരിയും കൂടി കത്തിക്കിട്ടുണ്ട്. ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇഷ്ടമുള്ള സ്മെല്ല് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ നമ്മൾ കത്തിക്കുമല്ലോ. മഞ്ഞളിപ്പോൾ കത്തിക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് തീയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്മെല്ല് വരാനുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ഈ വൈകുന്നേര സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഈ ചൂട് കത്തിക്കും, എന്താ പറയുക, സാമ്പ്രാണി എന്നൊക്കെ പറയുമല്ലോ, അത് കത്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതില്ലെങ്കിൽ ഈ കൊതുകൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞൾ, ഇതേപോലെ കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് കണലിലേക്ക്, അതായത് ചകിരി കത്തിച്ചിട്ടുള്ള കണലുണ്ടാവുമല്ലോ, അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പുക ഉണ്ടാവും. ആ ഒരു സ്മെല്ല് സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നത്തെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അധികം ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു സ്മെല്ലിനാണ് വരണ്ട് ഉണങ്ങിയിട്ടുള്ള നമ്മുടെ മണലിലേക്ക് പെട്ടെന്നൊരു ദിവസം ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സ്മെല്ലില്ലേ, എന്താ പറയുക, പുതുമഴ പെയ്യുന്ന സമയത്ത് ആ മണ്ണിൻ്റെ ഒരു സ്മെല്ല്, അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിക്കും അതിൻ്റെയൊക്കെ സ്പ്രേ കിട്ടിയാൽ വളരെയധികം നല്ലതായിരുന്നു ഞാൻ വിചാരിക്കലുണ്ട്. പിന്നിപ്പോൾ എന്താ, പിന്നെ പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ, പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്മെല്ലുണ്ടാവും. അതിഷ്ടമാണ്. ചിലതിന് മാത്രം കേട്ടോ, ചിലതിന് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നിപ്പോൾ എന്താ പിന്നെന്താ അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഉണ്ടാകുമല്ലേ, ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇഷ്ടമുള്ളൊരു സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി അല്ലേ, വെളുത്തുള്ളി അതിൻ്റെ തൊലിയില്ലേ, വെളുത്തുള്ളിയുടെ തൊലി, അതും ഇതേപോലെ തന്നെ തീയിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല പുക വരികയും ചെയ്യും, അതേപോലെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒന്നുമില്ല, പിന്നെ ഇതൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, വെറുതെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുക. പിന്നെ എനിക്കിഷ്ടമുള്ള കുറച്ച് റെയറായിട്ടുള്ള സ്മെല്ലുകൾ, ഇഷ്ടമുള്ള സ്മെല്ലുകളൊക്കെ ഞാൻ പറയാം. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. വലിയ വീഡിയോ അല്ല, ഞാൻ പിന്നെയും പറയാണ്, വലിയ വീഡിയോ അല്ല, കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യുക, പിന്നെന്താ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള സ്മെല്ലുകളോടൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് പറയുക, താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.